Good morning. Morning. Good morning, കേൾക്കുന്നില്ലേ? Morning. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Morning. Good morning to all.
നമ്മൾ ഇന്നലെ റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് അറിയില്ല എടുത്തത്. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. നെക്സ്റ്റ് എന്താണ്? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. Storage of reports received from various departments, provides reports on the time to the client, maintaining recording of the reports received and handled. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? വിവിധ തരത്തിലുള്ള എല്ലാ റിപ്പോർട്ട്സുകളും കൈകാര്യം ചെയ്യുക എന്ന് തന്നെയാണ് അല്ലെ. ഫസ്റ്റ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. എന്താണ്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള എല്ലാത്തരം റെക്കോർഡ്സുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആരാണ്? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ ഡ്യൂട്ടിയിലാണ്. ഓക്കെ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും വേരിയസ് ആയിട്ടുള്ള റെക്കോർഡ്സും എല്ലാം തന്നെ എന്താണ്? സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡ്യൂട്ടി റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ് കൈകാര്യം ചെയ്യുന്നത്. Provides report on the time to the client. Provides report on the time to the client. എന്താ പറയുന്നത്? Provides report on the time to the client. ആർക്കാണ് കൃത്യസമയത്ത് റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആർക്കാണ്? ക്ലയൻസ് ഉദ്ദേശിക്കുന്നത് ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം റെക്കോർഡ്സുകളും അല്ലെങ്കിൽ പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. ടൈമിൽ തന്നെ എന്താണ് റിപ്പോർട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. Then maintaining record of the reports received and handed over. Maintaining record of the reports received and handed over. എന്താ പറയുന്നത്? നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന എല്ലാ റിപ്പോർട്ട്സുകളും സേവ് ചെയ്യുകയും അല്ലെ മെയിൻറ്റെയിൻ ചെയ്യുകയും അതെന്താണ്? അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ എന്താണ്? കൈമാറുകയും ചെയ്യും. അതായത് ലഭിച്ച എല്ലാ റിപ്പോർട്ട്സുകളും ശേഖരിക്കുകയും അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുകയും ആവശ്യാനുസരണം എന്താണ്? അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ആവശ്യമായ റെക്കോർഡ്സുകൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, അപ്പൊ 3 ഡ്യൂട്ടീസ് ആണ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിനുള്ളത്. ഒന്നെന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും വേരിയസ് റെക്കോർഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുക, ക്ലയൻസിന് ടൈമില് റിപ്പോർട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുക, പിന്നെന്താണ്? ലഭിച്ച റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ആവശ്യാനുസരണം അത് കൈമാറുക. ഈ 3 ഡ്യൂട്ടീസ് ആണ് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിനുള്ളത്. ക്ലിയർ ആണോ? യെസ്. ഇനി ടൈമിംഗ്. ഇവരുടെ ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ്? ഫ്രണ്ട് ഓഫീസറുടെ ടൈം ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും? ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് പേഷ്യന്റ് കെയർ around the clock 24 hours services. The staff works in 3 shifts. ഓക്കെ, ഓൾറെഡി ഒരു ടൈം എന്ന് പറയുന്നത് എന്താണ്? 24 hours സർവീസസ് ആണ് ഫ്രണ്ട് ഓഫീസർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ തന്നെ സ്റ്റാഫുകൾക്കായിട്ട് എന്താണ്? 3 ഷിഫ്റ്റ്സിലൂടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാഫുകൾക്ക് മാത്രമായി നമ്മൾ എന്താണ്? 3 ഷിഫ്റ്റ്സിലാണ് അവിടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ടൈം എന്താണ്? 24 hours വർക്കിംഗ് ആണ്. സ്റ്റാഫുകൾക്ക് 3 ഷിഫ്റ്റ്സ് ആണ്. ഓക്കെ, ടൈമിന്റെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. Hospital front desk executive or hospital receptionist. Hospital front desk executive or hospital receptionist. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റുമാരും രണ്ടും ഒന്ന് തന്നെയാണ്. A hospital front office executive is a person who works in the hospital front office and manage various tasks. ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ്? ഒരു പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാത്തരം ഓഫീസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്താണ്? ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഇസ് എ പേഴ്സൺ who works in the hospital front office and manage various tasks. Okay. ഇനി അവരെന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ചെയ്യുന്നതെന്ന് ഒരു വേറെ രീതിയിലൊരു എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. He or she is responsible for basic clerical tasks such as answering phones, greeting patients and visitors, and scheduling appointments in a professional and timely manner.
Most medical receptionists work in physician's office, dentist office, hospital or another medical facility. ഇനി ഈ ഫ്രണ്ട് ഓഫീസിൽ എന്ന് പറയുന്നത് ആണോ പെണ്ണോ അല്ലെ ആരും ആയിക്കോട്ടെ അല്ലെ, അവരുടെ ബേസിക് ക്ലറിക്കൽ ടാസ്കുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബേസിക് ആയിട്ട് അവർ ചെയ്യുന്ന ക്ലറിക്കൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ക്ലറിക്കൽ ടാസ്കുകൾ എന്തൊക്കെയാണ്? പറയുന്ന ഫോൺ കോൾസുകൾക്ക് ആൻസർ കൊടുക്കുക അല്ലെ, ആൻസറിങ് ഫോൺസ്, വരുന്ന പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെ എന്താണ് ഗ്രീറ്റ് ചെയ്യുക, അവരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുക, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സിന്റെ പ്രൊഫഷണൽ ടൈംലി മാനർ അല്ലെ, വരുന്ന അപ്പോയിന്റ്മെന്റ്സിന് കൃത്യമായിട്ട് രീതിയിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ എന്താണ് ടൈമിങ്ങിന് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സിൽ കൃത്യമായ രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. പിന്നെ യെസ്, അപ്പൊ അതൊക്കെയാണ് ആരുടെ ക്ലറിക്കൽ സ്റ്റാഫ് ടാസ്കുകൾ എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവുകളുടെ ക്ലറിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് എന്ത്? ആൻസറിങ് ഫോൺസ്, ഗ്രീറ്റ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് തുടങ്ങി ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് വരെ. ഓക്കെ, ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആണ്, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. മനസ്സിലായോ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ? മനസ്സിലായില്ലേ? ഓക്കെ ആണോ? Most medical receptionists work in physician's office, dentist office, hospital or another medical facility. അതായത് മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകളും എന്താണ് എവിടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഏതൊക്കെ ഓഫീസിലായിരിക്കും മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? അവര് ഫിസിഷ്യന്റെ ഓഫീസിലുണ്ടായിരിക്കാം, ഡെന്റിസ്റ്റ് ഓഫീസിലുണ്ടായിരിക്കും, ഹോസ്പിറ്റലോ അനദർ മെഡിക്കൽ ഫെസിലിറ്റി. നമുക്ക് കണ്ടിട്ടില്ല റിസപ്ഷനിസ്റ്റുകൾ എല്ലാത്തരം സേവനം എല്ലാ സർവീസസിലും ഉണ്ടായിരിക്കും. എന്നാലും ഇവിടെ പ്രധാനപ്പെട്ട മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ ഏതൊക്കെ മേഖല ഏതൊക്കെ സർവീസസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫിസിഷ്യൻ ഓഫീസിലുണ്ടായിരിക്കും, ഡെന്റിസ്റ്റിന്റെ ഓഫീസിലുണ്ടായിരിക്കും, ഹോസ്പിറ്റലോ അനദർ മെഡിക്കൽ ഫെസിലിറ്റീസിലൊക്കെ എന്താണ് ഇവർ മോസ്റ്റ് ഓൾറെഡി വർക്ക് ചെയ്യുന്ന പൊസിഷൻസ് ആണ് അവരുടെ. ഓക്കെ, യെസ്, അവിടെ വരെ മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? യെസ്. In smaller offices, medical receptionists will be responsible for both administrative and clinical duties. In large offices, they may only be responsible for administrative or clerical duties. നോക്കാം, ഇൻ സ്മോളർ ഓഫീസ്, ചെറിയ ചെറിയ ഓഫീസസൊക്കെ ആണെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് എങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക? അഡ്മിനിസ്ട്രേറ്റീവ് ആണ്, ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും അല്ലെ, ചെറിയ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും ക്ലിനിക്കൽ ഡ്യൂട്ടീസും ഉണ്ടായിരിക്കും സ്മോളർ ഓഫീസസ്. ഇനി ലാർജ് ഓഫീസസിൽ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും? അതായത് വലിയ ഓഫീസുകളിൽ വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും? ഓൺലി ബി റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്. അപ്പൊ വലിയ സ്ഥാപനമാണെങ്കിലും ചെറിയ സ്ഥാപനങ്ങളാണെങ്കിലും എന്താണ് ഇവർക്ക് അഡ്മിനിസ്ട്രേറ്റീവും ക്ലറിക്കലും ആയിട്ടുള്ള ഡ്യൂട്ടീസ് മാത്രമായിട്ടുള്ളൂ കൊടുക്കുന്നത്. ഓക്കെ, മറ്റു കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ഇടപെടേണ്ടതില്ല. ക്ലറിക്കൽ ആയിട്ടുള്ളതും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് മാത്രമായിരിക്കും ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, the position is referred to as a medical office assistant, medical assistant, receptionist or healthcare administrative profession. ഇനി ഇവരുടെ മറ്റ് പൊസിഷൻസ് ആണ്, ഇവർ മറ്റ് പൊസിഷനിൽ അറിയപ്പെടുന്ന പേരുകളാണ് നമ്മളിവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയാം, മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയാറുണ്ട്, റിസപ്ഷനിസ്റ്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. ഓക്കെ, അങ്ങനെയാണ് ഇവരുടെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. Position is referred to as medical office assistant. Underline cheyato. Medical office assistant, medical assistant, receptionist or healthcare administrative profession. അതായത് ഫ്രണ്ട് ഓഫീസുകളുടെ തന്നെ വിവിധ തരം തസ്തികകളാണ്, അല്ലെ അവർ ഓരോ പൊസിഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരാണ്? ഒരു പേഴ്സൺ ആണ് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട് ഓഫീസിലെ മാനേജ് ഫ്രണ്ട് ഓഫീസിലെ ടാസ്കുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതായത് ബേസിക് ക്ലറിക്കൽ ഡ്യൂട്ടീസ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആൻസറിങ് ഫോൺ കോൾസ് മുതൽ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്തത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഫിസിഷ്യൻ ഓഫീസിൽ അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് ഓഫീസിൽ, അനദർ മെഡിക്കൽ ഫെസിലിറ്റീസിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഇനി സ്മോളർ ഓഫീസിലാണെങ്കിലും ലാർജ് ഓഫീസിലാണെങ്കിലും അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ
ജോബ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവും ക്ലറിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് മാത്രമായിരിക്കും അവർക്ക് കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ പല പൊസിഷൻ എന്ന് പറയുന്നത് പല പൊസിഷൻസ് പല തസ്തികകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് മുതൽ മെഡിക്കൽ അസിസ്റ്റന്റ് ഉണ്ട്, റിസപ്ഷനിസ്റ്റ് ഉണ്ട്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ വരെ മുതലായ തസ്തികകളാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ക്ലറിക്കൽ എന്നാണോ ടീച്ചർ പറഞ്ഞത്? സോറി, മിസ്റ്റേക്ക് ഉണ്ട്. സ്മോളർ ഓഫീസിൽ ഇവർ കൈകാര്യം ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. ലാർജ് ഓഫീസിലാണ് ഇവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ്. രണ്ടും അങ്ങോട്ട് മാറിയതാണ് കേട്ടോ. സ്മോളർ ഓഫീസിൽ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട്. ലാർജ് ഓഫീസിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ അത്. ഓക്കെ, മനസ്സിലായോ? കണ്ടോ? അതെ, ക്ലിനിക്കൽ ആൻഡ് ക്ലറിക്കൽ എന്നുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, പെട്ടെന്ന് വായിച്ചു പോയപ്പോ ക്ലറിക്കൽ തന്നെയാണ് വായിച്ചു പോയത് കേട്ടോ. എന്റെ മിസ്റ്റേക്ക് ആണ്. നെക്സ്റ്റ് വരുന്നത് മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആരുടെയാണ്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളുടെ മെയിൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? First one, welcomes and greets all patients and visitors personally or over the phone. വരുന്ന പേഷ്യൻസിനെല്ലാം തന്നെ വെൽക്കം ചെയ്യുന്നതിൽ അവരെ ഗ്രീറ്റ് ചെയ്യുന്നതും പേഷ്യൻസ് ആയിക്കോട്ടെ വിസിറ്റേഴ്സ് ആയിക്കോട്ടെ അവരെ വെൽക്കം ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ഫ്രണ്ട് ഓഫീസിന്റേതാണ്. ഓക്കെ, ഇത് നേരിട്ടാണെങ്കിലും അല്ലാതെ ഫോൺ കോളിലാണെങ്കിലും എന്താണ് അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നു. Then the receptionist, even if you cannot verbally greet the patient, keeping eye contact with them lets them know you are aware of their presence and will get to them as soon as possible. ഇവിടെ ഈ പോയിന്റിൽ എന്താ പറയുന്നത്? റിസപ്ഷനിസ്റ്റ് if you cannot verbally greet the patient. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ, ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റൽ ഇമാജിൻ ചെയ്യുക. ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ കുറച്ച് സ്റ്റാഫുകളോട് വർക്ക് ചെയ്യുന്നുണ്ട്. തൊട്ട് മുമ്പിൽ നിങ്ങൾ കുറെ ചെയർസിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ ഇരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്റ്റാഫുകൾ മറ്റു പേഷ്യൻസിനെയൊക്കെ കൈകാര്യം ചെയ്ത് അഡ്മിഷൻസ് അല്ലെങ്കിൽ മറ്റ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് സമയമായി അവിടെ ഇരിക്കുന്നു. ഒരു പേഷ്യന്റ് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ സ്റ്റാഫുകൾക്ക് അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം പേഷ്യന്റ് ഓവർഫ്ലോസ് ആയതുകൊണ്ട് ഒരു പേഷ്യന്റ് അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, കാര്യം മനസ്സിലാവുന്നുണ്ടോ? ദെൻ അവരുടെ ഐ കോണ്ടാക്ട്, അതായത് ആ പേഷ്യൻസിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ അവിടെ ഇരിക്കൂ എന്നുള്ള ഒരു ഐ കോണ്ടാക്ട് കൊടുക്കുക. അതായത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്താണ് അവർ ആ കണക്ഷനിലൂടെ ഐ കോണ്ടാക്റ്റിലൂടെ നിങ്ങൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന രീതിയിലൊരു ഫീലിങ്സ് അവർക്ക് കൊടുക്കും. മനസ്സിലായോ? അതായത് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അതായത് നിങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന രീതിയിലൊരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ തന്നെ ആ ഒരു ബിഹേവിയർ റിസപ്ഷനിസ്റ്റുകൾ കാണിക്കാറുണ്ട്. ഓക്കെ, ചിലപ്പോ ബോഡി അല്ലെങ്കിൽ എന്താണ് കൈ കൊണ്ടായിരിക്കും അത് വെയിറ്റ് ചെയ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ കണ്ണുകൊണ്ടായിരിക്കും എന്താ നിങ്ങളൊന്നും അവിടെ ഇരിക്കണം കേട്ടോ എന്ന് പറയുന്നത്. അല്ലെ, കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ സിറ്റുവേഷൻസ്? നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു, പക്ഷെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണല്ലോ. അപ്പൊ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, വരുന്ന പേഷ്യൻസിനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഐ കോണ്ടാക്ട്സ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് വന്ന പേഷ്യൻസിന്റെ പ്രസൻസ് സ്റ്റാഫുകൾ അറിഞ്ഞിട്ടുണ്ട്,
അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പരിഗണിക്കുകയാണ്, ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പരിഗണിക്കാം എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു ഐ കോണ്ടാക്ട് പേഷ്യൻസിന് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഇത്ര സമയം വന്നിട്ട് ഒരു സ്റ്റാഫുകൾ ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയില്ല, ഒന്ന് വന്ന് ചോദിച്ചു പോലും എന്നൊക്കെ നമ്മൾ കംപ്ലൈന്റ്സ് പറയാറുണ്ട് അല്ലെ. ഇത്ര 1 മണിക്കൂറോളമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ അപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിൽ എന്താണ്, അവർ നമ്മൾ നോക്കും, നമ്മൾ വന്നത് അറിയാം, അവരപ്പോ അതിനെന്താ അതിലുള്ള രീതിയിലുള്ള അടുത്ത ഒരാൾ കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ അടുത്ത അപ്പോയിന്റ്മെന്റ്സ് തരുമായിരിക്കും എന്നുള്ളൊരു ആശ്വാസം ഇരിക്കുന്ന പേഷ്യൻസിന് ഉണ്ടായിരിക്കും. ഓക്കെ, respond to inquiries by patient, prospective patients and visitors in a courteous manner. Respond to inquiries. എന്താണ്, പേഷ്യൻസിന്റെ എല്ലാത്തരം എൻക്വയറീസിനും ഉടനടി തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം അല്ലെ. പേഷ്യൻസിന്റെ മാത്രമല്ല, പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറയുന്ന ആരാണ്? വരാനിരിക്കുന്ന പേഷ്യൻസ് എന്നല്ലേ, ഓൾറെഡി വരാനിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അവര് അന്വേഷണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കൃത്യ ടൈമിൽ മാത്രം എത്തിച്ച് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവായിരിക്കും. എന്തെങ്കിലും മറ്റ് ഫിസിക്കൽ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ എന്താണ് ആ ഓൺ ടൈമിൽ മാത്രം ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇന്നത്തെ ദിവസം ഡോക്ടർ കൃത്യമായിട്ടുണ്ടായിരിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണങ്ങളൊക്കെ അവർ കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ടായിരിക്കും. അതാണ് പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറയുന്നത്, അതായത് വരാനിരിക്കുന്ന പേഷ്യൻസ്. പിന്നെ വിസിറ്റേഴ്സിനെ കോർച്ചസ് മാനർ. അപ്പൊ പേഷ്യൻസിനോടാണെങ്കിലും വരാനിരിക്കുന്ന പേഷ്യൻസിനോടാണെങ്കിലും വിസിറ്റേഴ്സിനോടാണെങ്കിലും എന്താണ്, അവർ ചോദിക്കുന്ന എല്ലാത്തരം എൻക്വയറീസിനും നല്ല രീതിയിൽ റെസ്പോൺസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇവരുടെ മെയിൻ ജോബ് ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മനസ്സിലായോ മൂന്നാമത്തെ പോയിന്റ്? ഓക്കെ, എല്ലാത്തരം അന്വേഷണങ്ങൾക്കും മറുപടി നൽകുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, register new patients according to established protocols. Register new patients according to established protocols. എന്താണ് register new patients? നമ്മള് പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നത്, അതായത് ഹോസ്പിറ്റലിൽ ഒരു പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലെ, അതായത് പേഷ്യന്റ് അഡ്മിഷൻ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പുതിയ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ ന്യൂ പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് രജിസ്റ്റർ ന്യൂ പേഷ്യന്റ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾസ് അനുസരിച്ച് മാത്രമായിരിക്കും പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, register new patients and update existing patient demographics by collecting detailed patient information that include personal and financial information. എന്താണ് പറയുന്നത്? Register new patients and update existing patient demographics. അതായത് ഒരു പുതിയ പേഷ്യൻസിന്റെ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോഗ്രാഫിക്സ് എന്താണ്? ഡെമോഗ്രാഫിക്സ് പുതിയ പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പേഷ്യന്റ് ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നിലവിലുള്ള രോഗികളുടെ ജനസംഖ്യാശാസ്ത്രം എന്ന് വേണ്ടി പറയാം, അല്ലെങ്കിൽ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നിലവിൽ എത്രത്തോളം പേഷ്യൻസ് ഉണ്ട് അതിന്റെ ഒരു എക്സിസ്റ്റൻ ആയിരിക്കും അടുത്ത, അതായത് ന്യൂ പേഷ്യൻസിന് അവരുടെ കൂടെ തന്നെയാണ് എന്തെങ്കിലും പേഷ്യൻസിനെ നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ അവരുടെ പുതിയ അപ്ഡേറ്റ്സുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു എണ്ണത്തിന്റെ കൂടെ തന്നെയായിരിക്കും ന്യൂ പേഷ്യൻസിനെയും കൂടി നമ്മൾ അവരുടെ ഡീറ്റെയിൽസുകളോടെ നമ്മൾ എല്ലാ ഇൻഫർമേഷൻ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ തന്നെ പേഷ്യൻസിന്റെ ആ ഒരു അപ്പോയിന്റ്മെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ സമയത്ത് നമ്മൾ അതെല്ലാം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. അതായത് നിലവിലുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ്സിലേക്ക് അല്ലെങ്കിൽ ആ അപ്ഡേറ്റ്സിനകത്തേക്ക് ന്യൂ പേഷ്യൻസിനെ കൂടി നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും? പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കൂടി ആ ന്യൂ പേഷ്യൻസിന്റേത് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായോ ഒരു പോയിന്റ്? ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കണേ. Okay. Then assist patients to complete all necessary forms and documentation, including medical insurance. Assist patient to complete all necessary forms and documentation, including medical insurance.
അതായത് ഓരോ ഫോംസുകൾ ഉണ്ടായിരിക്കും അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓരോ ഫോമുകൾ തരുന്നത്, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ചെയ്യാനായിട്ട്. ഇപ്പൊ മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് ഫോംസുകൾ തരും. അതൊന്ന് ആ ഫോം ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലെ. ആ ഫോമുകൾ പൂർത്തീകരിക്കാൻ നമുക്ക് ചില ആൾക്കാർ, ചില മുതിർന്നവർക്കൊന്നും ചിലപ്പോൾ അറിയുന്നില്ല, വയോധികരായിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് നമ്മളെ കുറച്ചുകൂടി പരിഗണന കൊടുക്കുന്നത്, അവരൊന്ന് അസിസ്റ്റ് ചെയ്യുക. അതായത് എല്ലാ ഫോമുകളും പൂർത്തീകരിക്കാനായിട്ട് അവരുടെ കൂടെ ഈ ഫ്രണ്ട് ഓഫീസുകൾ അസിസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതായത് ഫോംസുകൾ പൂർത്തിയാക്കാൻ രോഗികളെ സഹായിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയാൻ പറ്റില്ല ചിലർക്ക് ഏതൊക്കെ കോളങ്ങളിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മളതൊക്കെ എന്താണ്, നമ്മൾ പിന്നെയും പിന്നെ അവരോട് ചോദിക്കുന്ന പോലെ അവർ കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞു തരാണെങ്കിൽ എന്താണ്, നമ്മൾ കൂടെ നിന്നായിരിക്കും ചിലപ്പോൾ ആ ഒരു ഫോംസ് അവർ നമുക്ക് ഫില്ല് ചെയ്ത് തരുന്നത്. ഓക്കെ, മനസ്സിലായത്? ഓക്കെ, then ensure patient to complete all necessary forms and documentation including medical insurance. Ensure patient to complete all necessary forms and documentation including medical insurance. നമ്മൾ കൊടുക്കുന്ന ആ ഫോംസുകൾ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ആ ഫോംസ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ ഫ്രണ്ട് ഓഫീസുകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ പേഷ്യൻസിന് കൊടുത്തിരിക്കുന്ന ഫോംസുകൾ എല്ലാം തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കോളംസും ഫില്ല് ചെയ്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ensure patient information is accurate including billing information. Ensure patient's information is accurate including billing information. അതായത് പേഷ്യൻസിന്റെ ബില്ലിംഗ് ഇൻഫോർമേഷൻസ് ഉൾപ്പെടെ ബാക്കി, അതായത് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസും ബില്ലിംഗ് ഇൻഫോർമേഷൻസ് ഉൾപ്പെടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതായത് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. അതായത് കൃത്യമായിട്ടുള്ള രീതിയിലാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി ചെക്ക് ചെയ്യുക. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസും അല്ലെങ്കിൽ ബില്ലിംഗ് അല്ലെ, അല്ലെങ്കിൽ പേയ്മെന്റ് ഒക്കെ ചെയ്ത അതിന്റെ ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, അതായത് ബില്ലിംഗ് വിവരങ്ങൾ ഉൾപ്പെടെ രോഗികളുടെ വിവരങ്ങൾ കാര്യക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, മനസ്സിലായോ പോയിന്റ്? നമ്മുടെ ക്ലാസ്സിൽ ഫെമിന് മാത്രമുള്ളോ റെസ്പോണ്ട് ചെയ്യാൻ? യെസ്. Inform patients of medical office procedures and policy. Inform patients of medical office procedures and policy. എന്താണ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് പോളിസീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പേഷ്യൻസിനെ ഇൻഫോം ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസറാണ്. ഓക്കെ, ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സും പോളിസീസും എന്തൊക്കെയാണെന്ന് പേഷ്യൻസിനെ ഇൻഫോം ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ഇവരാണ് നോക്കുന്നത്. ഓക്കെ, then മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ മാനേജ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഫ്രണ്ട് ഓഫീസറുകളാണ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഫ്രണ്ട് ഓഫീസറുകളാണ്. മൂവ് പേഷ്യന്റ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾ. മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾ. എന്താണ്, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം മാത്രമായിരിക്കണം പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ സ്വീകരിക്കേണ്ടത് അല്ലെ. ഓൾറെഡി ഓരോ പേഷ്യൻസും നമ്മളൊരു ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ആ കൊടുത്തിരിക്കുന്ന ഷെഡ്യൂളുകൾ പ്രകാരമായിരിക്കണം നമ്മൾ പേഷ്യൻസിനെ മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. നമ്മൾ കറക്റ്റ് ഒരു ഓർഡറിലൊക്കെ ചിലപ്പോൾ എന്താണ് ടോക്കൺ ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ടോക്കൺസ് കറക്റ്റ് ഓർഡറിൽ തന്നെ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ചിലവർ കയറ്റും അല്ലെ. അപ്പൊ ഓർഡർ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ ആയിരിക്കണം രോഗികളെ അപ്പോയിന്റും ചെയ്യേണ്ടത്. അതായത് ലാസ്റ്റത്തെ ആളെ കൊണ്ടുപോയി നമുക്ക് ആദ്യം ഡോക്ടറിനെ കാണിക്കാനായിട്ട് കൺസൾട്ടേഷൻ കൊടുക്കാനായിട്ട് കയറ്റാനായിട്ട് സാധിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ ഇടയ്ക്കൊക്കെ തള്ളിക്കയറി ചിലപ്പോൾ അങ്ങനെ ഡോക്ടറിനെ കയറി കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അല്ലെ. പ്രത്യേകിച്ച് ഫ്രണ്ട് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സിൽ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ഷെഡ്യൂൾ ചെയ്ത പ്രകാരം മാത്രമേ അവരെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് പാടുള്ളൂ. വരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെ,
Then facilitate patient flow by notifying the provider the patient's arrival, being aware of delays and communicating with patients and clinical staff. Facilitate patient flow by notifying the provider the patient's arrival. നമ്മൾ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? വരുന്ന പേഷ്യൻസിനെ എല്ലാം തന്നെ എന്താണ്, പേഷ്യൻസിന്റെ അതായത് ഓവർഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് അവരുടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എല്ലാവരെയും ഒരേപോലെ തന്നെ പരിഗണിക്കാനും അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കാനും സാധിക്കണം. മാത്രമല്ല പേഷ്യൻസിന്റെ അറിവല് അല്ലെ, എപ്പോഴാണ് അവർ വരുന്നത്, അല്ലെങ്കിൽ ഇനി അവർ ചിലവർ ചിലപ്പോൾ എന്താണ് അവെയർ ഓഫ് ഡിലേസ് ഉണ്ടാവും. ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കാണാൻ ചിലപ്പോൾ ഡിലേസ് ഉണ്ടായിരിക്കാം. പിന്നെ എന്താണ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ ഡിലേസുകളോ ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻസിനോടും ക്ലിനിക്കൽ സ്റ്റാഫുകളോടും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പേഷ്യന്റ് ഫ്ലോനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നോട്ടിഫൈ ദ പ്രൊവൈഡർ ദ പേഷ്യൻസ് അറിവൽ. അതായത് പേഷ്യൻസിന്റെ അറിവിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അവിടെ അത് കൃത്യമായി അറിയിക്കുക. എന്തെങ്കിലും ഡിലേസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു ധാരണ കൊടുക്കുക. ദെൻ പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ട് നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, then answer incoming calls and deal with inquiries. Answer the phone while maintain polite, consistent phone number and using proper telephone etiquette. വരുന്ന എല്ലാ കോളുകളും എന്താണ്, വരുന്ന കോളുകളെല്ലാം എന്തെങ്കിലും അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും അവർ വിളിക്കുന്നത് അല്ലെ. എല്ലാ കോൾസുകളും കൃത്യമായി അത് അറ്റൻഡ് ചെയ്യുക, അതിനെ കൃത്യമായ രീതിയിൽ ഡീൽ ചെയ്യണം. ദെൻ വരുന്ന കോൾസുകളൊക്കെ നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ടായിരിക്കും അവരോട് സംസാരിക്കേണ്ടത്. ഓക്കെ, ദെൻ കൺസിസ്റ്റന്റ് ഫോൺ നമ്പർ, മാനർ യൂസിങ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്യൂട്ടി. നമ്മളൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, പ്രത്യേകിച്ച് ഫ്രണ്ട് ഓഫീസിലുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. മാത്രമല്ല ടെലിഫോൺ മര്യാദകളെല്ലാം തന്നെ ഒരു ഫോൺ കോൾ ചെയ്യുന്ന സമയത്തുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ ആ ഒരു കോൾ എടുത്ത് സംസാരിക്കേണ്ടത്. ഓക്കെ, അതവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് ഡ്യൂട്ടിയിൽ ഒന്നാണ്. ഓക്കെ, എന്നിട്ട് വരുന്ന കോളുകളും അന്വേഷണങ്ങളും എല്ലാം സ്വീകരിക്കുക, കൃത്യമായ രീതിയിൽ അത് ഡീൽ ചെയ്യുക, വളരെ പൊളൈറ്റ് ആയിട്ടും അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ടെലിഫോൺ എറ്റിക്വിറ്റീസ് അല്ലെങ്കിൽ ടെലിഫോൺ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ഓക്കെ, then transfer calls required. Transfer calls are required. എന്താണ്, ആവശ്യാനുസരണം കോളുകൾ കൈമാറുക. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ചിലപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കൂലേ, നമുക്കിപ്പോ ഏതെങ്കിലും ഇപ്പോ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റോ ഗൈനക്കോളജോ എവിടേക്കെങ്കിലും നമുക്ക് കോൾസ് റിക്വയർഡ്, അതായത് ആവശ്യാനുസരണം നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് എന്താണ് കോളുകൾ കൈമാറും. ഓക്കെ, ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്. ആവശ്യാനുസരണം കോളുകൾ കൈമാറുക, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, then collect co-pays and payments. Collect co-pays and payments. എന്താണ് co-pays and payments എന്ന് പറയുന്നത്? എല്ലാ പേയ്മെന്റ്സുകളും കളക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ എന്താണ് പേയ്മെന്റ്സുകൾ കളക്ട് ചെയ്യാതെ സ്വീകരിക്കുക എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ബില്ലിംഗ് സെക്ഷൻസിന്റെ കാര്യമായിരിക്കും അല്ലെ. ബില്ലിംഗ് സെക്ഷൻസിൽ വരുന്ന എല്ലാ പേയ്മെന്റ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, അവർ ലാസ്റ്റ് ക്യാഷ് കളക്ട് ചെയ്യുന്നു, കളക്ട് ചെയ്തതിനു ശേഷം എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഡെപ്പോസിറ്റിന് ശേഷം അവിടെ വരുന്ന ഷിഫ്റ്റിന് വരുന്ന മറ്റ് സ്റ്റാഫുകൾക്ക് നമ്മൾ ആ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് എന്താണ് കൈമാറുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ്, വരുന്ന എല്ലാ പേയ്മെന്റ്സുകളും കളക്ട് ചെയ്യുക. Then report statistics are required. Report statistics are required. ഓരോ ദിവസത്തെയും കണക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒരു പേഷ്യൻസിന്റെ എൻക്വയറീസ് മുതൽ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ആവശ്യാനുസരണം റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, then schedule hospital admission, tests, scans and outside appointment for patients. ഇനി പേഷ്യൻസിന്റെ മറ്റ് അഡ്മിഷൻസ് കാര്യങ്ങൾ, എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ സ്കാൻസ്, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് ഓഫീസുകളാണ് കേട്ടോ. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ടെസ്റ്റ്, സ്കാൻസ് ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. നെക്സ്റ്റ്, obtain external medical reports are required by medical professionals. Obtain external medical reports are required by medical professionals. എന്താണ് പോയിന്റിൽ പറയുന്നത്?
obtain medical reports are required by medical professionals. വായിച്ചു നോക്കി ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. External medical reports are required by medical professionals. മെഡിക്കൽ പ്രൊഫഷണൽസിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ആർക്ക് കൊടുക്കണം? മെഡിക്കൽ റിപ്പോർട്ട്സുകൾ മെഡിക്കൽ പ്രൊഫഷണലുകൾ, അതായത് ഡോക്ടേഴ്സുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് എന്താണ് അത് അവർക്ക് കൈമാറുക അല്ലെ. ഓക്കെ, എന്താണ് പറയുന്നത്? obtain external medical reports as required by medical professionals. മെഡിക്കൽ റിപ്പോർട്ട്സുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് ആ റിപ്പോർട്ട്സുകൾ ആവശ്യാനുസരണം എന്താണ് മെഡിക്കൽ പ്രൊഫഷണൽസുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് കൊടുക്കേണ്ടത്. ആരാണ് കൊടുക്കുന്നത്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളാണ് കേട്ടോ. Then respond and complete to request for information. Respond and complete to request for information. എന്താണ് റെസ്പോണ്ട് ആൻഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും റിക്വസ്റ്റുകൾ അല്ലെ, അഭ്യർത്ഥനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനകളൊക്കെ വരുവാണെങ്കിൽ അതിന് ഉടനടി തന്നെ നമ്മൾ റെസ്പോൺസ് കൊടുക്കുക അല്ലെ. ചില ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെ റിക്വസ്റ്റുകൾ അഭ്യർത്ഥന ഉണ്ടെങ്കിൽ എന്താണ് അതിന് കൃത്യമായ രീതിയിലുള്ള റെസ്പോൺസ് കൊടുക്കുക. ഓക്കെ, then deal with incoming and outgoing post. Deal with incoming and outgoing post. എന്താണ് ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്ന് പറയുന്നത്? ഇവിടെ ഫോൺ കോൾസുകൾ മാത്രമായിരിക്കും വരുന്നത്? ഫോൺ കോൾസുകൾ മാത്രമായിരിക്കും വരുന്നത്? എന്തൊക്കെ വരാറുണ്ട്? ഓൺലി ഫോൺ കോൾസിലൂടെ അല്ലെങ്കിൽ സിസ്റ്റത്തിലൂടെ മാത്രമാണോ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്? എന്തെല്ലാം വരാം? പോസ്റ്റ് ലെറ്റർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. പോസ്റ്റൽ ലെറ്റേഴ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പോസ്റ്റൽ ലെറ്റേഴ്സുകൾ കൃത്യമായ രീതിയിൽ ഇപ്പൊ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പോസ്റ്റൽസും ഹോസ്പിറ്റൽസിൽ വരാറുണ്ട് അല്ലെ. ഓക്കെ, ദെൻ അത്തരം പോസ്റ്റൽസുകൾ ഇൻകമിംഗ് ആയിട്ടുള്ളതും ഇൻകമിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മറ്റെവിടേക്കാണോ അയക്കേണ്ടത് അത് ആ ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസിൽ. അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരുന്ന പോസ്റ്റൽസുകളും ഡീൽ ചെയ്യുന്നതും അതെല്ലാം കൈകാര്യം ചെയ്യുന്നതും ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവുകളാണ്. ഓക്കെ, യെസ്. Then complete other clerical duties as assigned. Complete other clerical duties are assigned. എന്താണ് complete other clerical duties എന്ന് പറയുന്നത്? Other clerical duties. അവർക്ക് ക്ലറിക്കൽ ഡ്യൂട്ടീസ് കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ക്ലറിക്കൽ ആയിട്ടുള്ള മറ്റ് ഓഫീസ് വർക്കുകൾ ഉണ്ടെങ്കിൽ അതും കൃത്യമായ രീതിയിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, അതായത് ഓഫീസ് വർക്കുകൾ മാത്രമല്ല ക്ലറിക്കൽ ഡ്യൂട്ടീസ് കൂടി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരം ഡ്യൂട്ടീസ് കൂടി കൃത്യമായിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, maintain stock of forms and keep medical office supplies adequately stocked by expecting inventory needs, placing orders and monitoring office equipment. അതായത് സ്റ്റോക്ക് ഫോംസ് അല്ലെ. സ്റ്റോക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ. അതായത് ഹോസ്പിറ്റൽ ഉപകരണങ്ങളും മറ്റ് സപ്ലൈസുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? സ്റ്റോക്ക് ബൈ എക്സ്പെക്ടിങ് ഇൻവെന്ററി നീഡ്സ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും എന്തെല്ലാം തരത്തിലുള്ള മെറ്റീരിയൽസുകളും എക്യുപ്മെന്റ്സുകളും ആവശ്യമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണ്? ചെക്ക് ലിസ്റ്റ് ആണ് അല്ലെ. ഏതൊക്കെ മെറ്റീരിയൽസ് എത്ര ആവശ്യാനുസരണം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഇൻവെന്ററി പ്രകാരം എവിടെയാണ് ഓർഡർ ചെയ്യേണ്ടത്, എങ്ങനെയാണത്, ഏത് ഐറ്റമാണ്, ഇതെല്ലാമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാത്തിന്റെയും സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്യൂട്ടിയും ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവുകൾക്കാണ്. ഓക്കെ, എല്ലാത്തരം മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും സപ്ലൈസും എല്ലാം തന്നെ എന്താണ് അതിന് പ്ലേസ് ഓർഡേഴ്സ് ഒക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അത്തരം തരത്തിലുള്ള സ്റ്റോക്കിന്റെ ഫോംസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. ഓക്കെ, മനസ്സിലായോ പോയിന്റ്?
മെഡിക്കൽ ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളുടെയും സപ്ലൈസസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. Then ensure that reception area is well maintained, neat and clean. Ensure that a reception area is well maintained and neat and clean. Reception area എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. എപ്പോഴും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കണം. നഴ്സിംഗ് സ്റ്റേഷൻസ് പോലെ തന്നെ ആയിരിക്കണം എവിടെയും റിസപ്ഷൻ ഏരിയാസും വരുന്നത്. ഓക്കെ. യെസ്. Then last point, safeguard patient privacy and confidentiality. Protect patient confidentiality, making sure that protected health information is secured by not leaving PHI in plain sight as logging off the computer before leaving it unattended. ഇനി ഈ പോയിന്റിൽ എന്താ പറയുന്നത്? പേഷ്യൻസിന്റെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും നിലനിർത്തുക, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എല്ലാ ഇൻഫർമേഷൻസും വളരെ സെക്യൂർ ആക്കി വെക്കണമെങ്കിൽ നമ്മളിവിടെ എന്ത് കാര്യമായിരിക്കും ചെയ്യേണ്ടത്? എന്തായിരിക്കണം ചെയ്യേണ്ടത്? പേഷ്യൻസിന്റെ എല്ലാ ഇൻഫോർമേഷൻസും അല്ലെ, വളരെ സ്വകാര്യമായിട്ടുള്ള എല്ലാത്തരം ഇൻഫോർമേഷൻസും നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് സേവ് ചെയ്ത് വെക്കണം. അത് എവിടെയായിരിക്കും വെക്കാൻ സാധിക്കുക? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അല്ലെ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് അല്ലെ. ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം പേഷ്യൻസിന്റെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിലായിരിക്കും സൂക്ഷിക്കുന്നത്. വളരെ സെക്യൂർഡ് ആയിരിക്കും. ഇനി ഈ PHI എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. PHI അതൊരു പ്ലെയിൻ സൈറ്റ് ആണ്. നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമ്മൾ അത് അറിയാത്ത ഒരാൾക്ക് അത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് എന്താണ്? അത് ഓപ്പൺ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെന്താണ് അത്യാവശ്യം നമ്മൾ പറയുള്ളൂ സിസ്റ്റത്തിലൊക്കെ സോഫ്റ്റ്വെയർ പാസ്വേഡ്സുകൾ ഉണ്ടാവും. ഓക്കെ. അപ്പൊ മൂന്നാമതൊരാൾക്ക് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ഒന്നില്ലെങ്കിൽ ഡോക്ടേഴ്സും സ്റ്റാഫുകളെയും എക്സിക്യൂട്ടീവ്സുകളും തമ്മിൽ മാത്രമായിട്ടുള്ള ആ ഒരു സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് നോക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരാൾക്ക് മൂന്നാമതൊരാൾക്ക് അത് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അതായത് ലോഗിൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. അപ്പോ പേഷ്യൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഏതിലേക്ക് മാറ്റുന്നത്, ഇതിലേക്ക് സേവ് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻസിലേക്ക് സെക്യൂർഡ് ആക്കി വെക്കുന്നത്. അവിടെ നിന്ന് ഒരിക്കലും എന്താണ് ആ ഡീറ്റെയിൽസ് ഒരിക്കലും തന്നെ പോവുകയുമില്ല. പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും അവിടെ തന്നെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻസും ആ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നതും ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകളാണ്. ഓക്കെ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തൊന്ന് പറഞ്ഞു പോവാം എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന്. വരുന്ന പേഷ്യൻസിനെ എല്ലാം തന്നെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നു. ഇപ്പൊ ഫോൺ കോളിലാണെങ്കിലും നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുന്നു. പിന്നെന്താണ്, അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ളത് നല്ലൊരു ഐ കോണ്ടാക്റ്റിലൂടെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെന്താണ്, പേഷ്യൻസിന്റെ എല്ലാത്തരം അന്വേഷണങ്ങൾക്കും, അതിൽ വരാനിരിക്കുന്ന പേഷ്യൻസ്, വിസിറ്റേഴ്സ് തുടങ്ങിയവരുടെ എല്ലാത്തരം അന്വേഷണങ്ങൾക്കും കൃത്യമായി, പ്രത്യേകിച്ച് ഒരു മര്യാദയുടെ മാനറിലായിരിക്കും അല്ലെങ്കിൽ മര്യാദയ്ക്കായിരിക്കും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെന്താണ്, ന്യൂ പേഷ്യൻസിന്റെ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ടായിരിക്കുള്ളൂ ന്യൂ അഡ്മിഷൻ പേഷ്യൻസിനെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഇനി ന്യൂ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്, എക്സിസ്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഓൾറെഡി അതിലുള്ള പേഷ്യൻസിന്റെ ഡാറ്റാസിന്റെ കൂടെ തന്നെ ആയിരിക്കുള്ളൂ ന്യൂ പേഷ്യൻസിന്റെ കൂടി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് അവിടെ എല്ലാത്തരം പേഴ്സണൽ ഇൻഫോർമേഷൻസും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ദെൻ പേഷ്യൻസിന് എല്ലാത്തരം ഫോംസുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ അസിസ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് ടെസ്റ്റുകളാണ്. അതിനുശേഷം എല്ലാ ഫോംസും, പ്രത്യേകിച്ച് ഇൻഷുറൻസ് അടങ്ങിയിട്ടുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോളംസും കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുന്നു. പിന്നെന്താ, ഈ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസും പ്രത്യേകിച്ച് ബില്ലിംഗ് ഇൻഫോർമേഷൻസിനെ കുറിച്ചിട്ടുള്ള അതെല്ലാം കൃത്യമായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നു. Informations of medical office procedures and policy. പേഷ്യൻസിനോട് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് ഇൻഫോം ചെയ്യുന്നു. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. പിന്നെ എന്താണ്, മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആർ ഷെഡ്യൂൾഡ്. ഷെഡ്യൂൾ ചെയ്ത പ്രകാരം മാത്രമായിരിക്കും പേഷ്യൻസിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പേഷ്യന്റിന്റെ ഫ്ലോ നോട്ടിഫൈ ചെയ്യുന്നു. ദെൻ പേഷ്യൻസിന് അതിൽ ഡിലേസുകളോ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുകളുമായിട്ട് കൃത്യമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഇൻകമിംഗ് കോൾസിലെല്ലാം
ആൻസേഴ്സ് കൊടുക്കുന്നു. അതായത് ഒരു പൊളൈറ്റ് ആയിട്ടുള്ള മാനറിലും അതേപോലെ തന്നെ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ടെലിഫോൺ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അവർ സംസാരിക്കുന്നത്. ദെൻ ട്രാൻസ്ഫർ കോൾസ് ആർ സ്ട്രിക്റ്റ്. ആവശ്യാനുസരണം കോളുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കോ പേയ്മെന്റ്സ് ആൻഡ് കോ പേയ്മെന്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. എന്താണ് എല്ലാത്തരം പേയ്മെന്റ്സുകളും സ്വീകരിക്കുന്നു, കൈകാര്യം ചെയ്യുന്നു. ഓരോ ദിവസത്തെയും സ്റ്റാറ്റിസ്റ്റിക്കുകൾ ആവശ്യാനുസരണം റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെ? കണക്ക് വിവരങ്ങളെല്ലാം തന്നെ എന്താണ് ആവശ്യാനുസരണം റിപ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ടെസ്റ്റ്സ്, സ്കാന്, മറ്റ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സുകളെല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നു. ദെൻ മെഡിക്കൽ പ്രൊഫഷണൽ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പേഷ്യൻസിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ അവർക്ക് കൊടുക്കുന്നു. അവരുടെ ആവശ്യാനുസരണം മെഡിക്കൽ പ്രൊഫഷണൽസ് കൈമാറുന്നു. ദെൻ റിക്വസ്റ്റുകൾ, എന്തെങ്കിലും റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അഭ്യർത്ഥനകളെല്ലാം തന്നെ ഇവരെ സ്വീകരിക്കുന്നു, അത് കൃത്യമായ രീതിയിൽ അതിന് റെസ്പോൺസ് കൊടുക്കുന്നു. ദെൻ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് കോൾ പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നു. പോസ്റ്റ് ലെറ്റേഴ്സ് മുതലായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പിന്നെ ക്ലറിക്കൽ ഡ്യൂട്ടീസ് കൂടി അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ക്ലറിക്കൽ ഡ്യൂട്ടീസ് എന്താണ് അതുകൂടി അവരവിടെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഹോസ്പിറ്റലിലെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ഹോസ്പിറ്റൽ സപ്ലൈസ്, മെഡിക്കൽ സപ്ലൈസിനെ കുറിച്ചിട്ട്, ഓഫീസ് എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള, പ്ലേസിംഗ് ഓർഡേഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാത്തരം സ്റ്റോക്ക് നിയന്ത്രണങ്ങളും കൈകാര്യം ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഫ്രണ്ട് ഓഫീസാണ്. പിന്നെന്താണ്, റിസപ്ഷൻ ഏരിയ വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും അവരെ സംരക്ഷിക്കുന്നത്. ദെൻ പേഷ്യൻസിന്റെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലായിരിക്കും ഇതെല്ലാം സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിന്റെ മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇവരുടെ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ക്ലിയർ അല്ല? എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ? ഇത്രയും പോയിന്റ്സ് ഏതാണ്ട് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലാസ്റ്റ്. അത് മാത്രം ടിക്ക് ചെയ്ത് പഠിക്കാം. സ്കിൽസ്: ടെലിഫോൺ എറ്റിക്യൂട്ടി, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാം, മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിംഗ് ഓർഗനൈസേഷൻ ആൻഡ് ഷെഡ്യൂൾ. ഇവരുടെ മെയിൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെലിഫോൺ എറ്റിക്യൂട്ട്സ്, അല്ലെ? ഫോൺ മര്യാദകൾ പാലിക്കുക, നല്ല രീതിയിൽ കസ്റ്റമർ സർവീസസ് കൊടുക്കുക. അതായത് പ്രത്യേകിച്ച് കുറച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൽ കൃത്യമായിട്ട് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. നന്നായി മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. മൾട്ടി ടാസ്കിംഗ് ആയിരിക്കണം, ഒരേ സമയം പല ജോലികളായിരിക്കും ഇവർക്ക് കൈകാര്യം ചെയ്ത് വരുന്നത്. ദെൻ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഷെഡ്യൂൾ ചെയ്യാനുള്ള രീതിയിലുള്ള എല്ലാത്തരം ക്യാപ്പബിലിറ്റീസും ആർക്കുണ്ടായിരിക്കണം? ഫ്രണ്ട് ഓഫീസ് ഡെസ്കിന്റെ സ്പെഷ്യൽ സ്കിൽസുകളാണ് ഇതെല്ലാം കേട്ടോ. ഒന്ന് ടിക്ക് ചെയ്തേരെ. ടെലിഫോൺ എറ്റിക്യൂട്ടി, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിംഗ് ഓർഗനൈസേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. ഓക്കെ, ഇനി മറ്റ് സ്കിൽസുകൾ എന്തൊക്കെയാണ്? ഓരോ സ്കിൽസിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ: able to listen effectively and express oneself in a clear, articulated manner. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, അല്ലെ? ഒരു കോള് അല്ലെങ്കിൽ ഒരാളുമായി സംസാരിക്കുന്ന സമയത്ത് എഫക്റ്റീവ് ആയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങള് ലിസൺ ചെയ്യാനും നല്ല രീതിയിൽ എന്താണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഒരു പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള ഒരു സ്കിൽസ് ആർക്കുണ്ടായിരിക്കണം? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, then information collection and management. എന്താണ് ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്? എല്ലാത്തരം ഇൻഫർമേഷൻസ് ഏബിൾ ആയിട്ട് കളക്ട് ചെയ്യാനും അതിനെ ഓർഗനൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാൻ, നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യാനാണ്. ഡാറ്റാസിനെല്ലാം തന്നെ എന്താണ് എഫിഷ്യന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എല്ലാ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ദെൻ എഫിഷ്യന്റ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യുക. അതും അവരുടെ സ്കിൽസിൽ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഡാറ്റ കാര്യക്ഷമമായിട്ട് ശേഖരിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ആണ് പറയുന്നത്. ദെൻ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്.
കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഏബിൾ ടു മൾട്ടി ടാസ്ക്, പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒട്ടനവധി ജോലികൾ അതുപോലെ മൾട്ടി ടാസ്കുകൾ എന്ന് പറയുന്നത്. മൾട്ടി ടാസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ജോലി മാത്രമാണോ? അല്ല, ഒന്നിൽ കൂടുതൽ ജോലി ആയിരിക്കും അല്ലെങ്കിൽ ജോബ് ഡ്യൂട്ടീസ് ആയിരിക്കും അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ദെൻ അത്ര മൾട്ടി ടാസ്ക് ആണെങ്കിൽ എന്താണ്, പ്രയോറിറ്റൈസ് ആയി ചെയ്തിട്ട് ഏതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നതിനനുസരിച്ച് കൃത്യമായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കണം. കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാം. ടാസ്കുകൾ ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം മാനർ വെച്ചിട്ട് ഏതൊക്കെ ടാസ്കുകൾ ഏതൊക്കെ സമയത്ത് കൃത്യമായ രീതിയിൽ ചെയ്തു തീർക്കണം എന്ന് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു സ്കില്ല്, ആ ഒരു കാപ്പബിലിറ്റീസ് കൂടി ആർക്കുണ്ടാവും, ഇവർക്ക് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. മനസ്സിലായോ? അത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മൾട്ടി ടാസ്കുകളും പ്രയോറിറ്റി അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാൻ, ആക്ടിവിറ്റീസ് എല്ലാം ഓർഗനൈസ് ചെയ്യാനും സാധിക്കണം. Then attention to detail, able to produce accurate and high quality work through concern for all areas involved. Attention to detail എന്ന് പറഞ്ഞാൽ എന്താ? Attention to detail. ഇവരെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, അവർ ചെയ്യുന്ന വർക്കിൽ അത്രത്തോളം അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് പ്രൊസീജിയർ ചെയ്താലും ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. എല്ലാ ഏരിയാസിലും നല്ലൊരു ഇൻവോൾവ്മെന്റ് ആർക്കുണ്ടായിരിക്കണം, ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അതായത് അവർ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും അവർക്ക് ശ്രദ്ധ ചെലുത്താനായിട്ട് സാധിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്? അവർ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും അവർക്ക് അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അത് തന്നെയാണ് മൾട്ടി ടാസ്കിങ്ങുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അല്ലെ. ദെൻ കസ്റ്റമർ സർവീസ് സ്കിൽസ് ഉണ്ടായിരിക്കണം. വരുന്ന കസ്റ്റമറെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരുന്നു. ഏബിൾ ടു ഡെവലപ്പ് ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഫോക്കസിംഗ് ഓൺ അച്ചീവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വരുന്ന പേഷ്യൻസ്, വരുന്ന കസ്റ്റമേഴ്സിനെ സംതൃപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു സർവീസസ് ആയിരിക്കണം ഫ്രണ്ട് ഓഫീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അവരെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആക്കുക. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതിനായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്താണ്? അഡാപ്റ്റബിലിറ്റി പൊരുത്തപ്പെടൽ എന്നൊക്കെ പറയും അല്ലെ നമ്മള്. ഏബിൾ ടു അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻ ദാറ്റ് ഇൻക്ലൂഡ് ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ. ഇവര് എങ്ങനെയുള്ള ആൾക്കാരെയാണ് കൈകാര്യം ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ വരുന്നത് വിവിധ വൈവിധ്യമാർന്ന സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും അല്ലെ. എല്ലാവരും ഒരേ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്? അല്ല, പല പല നേച്ചറുള്ള പല പല ബിഹേവിയറുള്ള ആൾക്കാരാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അവരെല്ലാം അവര് പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഡിമാൻഡ്സുകളെല്ലാം അംഗീകരിച്ചു കൊണ്ട് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെ. ഏത് തരം ബിഹേവിയർ ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഏത് സിറ്റുവേഷൻസിലും നമുക്ക് അവരത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ സാധിക്കണം. അതിനെയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നതിനെ പൊരുത്തപ്പെടൽ. ഏത് തരം സ്വഭാവമുള്ള ആൾക്കാരായിക്കോട്ടെ അവരോട് നമുക്ക് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവരെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഡൈവേഴ്സ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈവിധ്യമാർന്ന ആൾക്കാർ, വൈവിധ്യം മീൻസ് ഡൈനാമിക് നേച്ചറുള്ള ആൾക്കാർ അല്ലെ. ഓക്കെ, then confidentiality. Confidentiality, able to maintain confidentiality and other through ethical standards. Confidentiality എന്താണ്? രഹസ്യാത്മകത നിലനിർത്തുക അല്ലെ. പേഷ്യൻസിന് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള അത്തരം, അതായത് ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കുക. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ടും അവർക്ക് ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആയിക്കോട്ടെ ഹോസ്പിറ്റലിന്റെ ആയിക്കോട്ടെ അതിന്റെ എല്ലാ തരത്തിലുള്ള കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്താനായിട്ട് ഈ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ ഇവരുടെ സ്കിൽസുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഫ്രണ്ട് ഓഫീസിൽ എന്താണ് സ്കിൽസ് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരുന്നുണ്ട്, ഇൻഫോർമേഷൻ കളക്ഷൻ മാനേജ്മെന്റ് വരുന്നുണ്ട്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, കസ്റ്റമർ സർവീസ് സ്കിൽ, അഡാപ്റ്റബിലിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ക്ലിയർ ആണോ? സ്കില്ലുകളെല്ലാം ക്ലിയർ ആണോ? യെസ്. ലാസ്റ്റ് ഭാഗമാണ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ് ഇൻക്ലൂഡ്. നമ്മൾ സ്കില്ല് പഠിച്ചു. ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ് ഇവരുടെ? എന്തൊക്കെയാണ്? ടെലിഫോൺ എറ്റിക്വറ്റ് ആണ് ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽ എന്ന് പറയുന്നത് അല്ലെ. അതായത് when a patient call in the way in which the friend does personal handle the telephone call determine how the facility is perceived.
The medical office receptionist must be good listener and maintain confidentiality beside have a good phone manners. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ അല്ലെങ്കിൽ ടെലിഫോൺ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്കിൽ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഒരു ഫോൺ പ്രത്യേകിച്ച് ടെലിഫോൺ എറ്റിക്വിറ്റികൾ, ടെലിഫോൺ മര്യാദകൾ എന്ന് പറയുമ്പോൾ അതിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്, ഡൂസ് ആൻഡ് ഡോട്ട്സ് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒരു കോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ? ഒന്ന്, സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്, ചിരിച്ചുകൊണ്ട് നന്നായിട്ട് സംസാരിക്കുക, അല്ലെ വളരെ പ്ലസന്റ് ആയിട്ട് സംസാരിക്കുക. സ്പീക്ക് ക്ലിയർലി അവരോട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം, വളരെ ക്ലിയർ കട്ട് ആയിട്ടായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ മേക്ക് ദം വെൽക്കം, അവരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു കോൾ എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിലും തിരിച്ചു വിളിക്കുകയാണെങ്കിലും ഇൻകമിംഗ് ആണെങ്കിലും ഔട്ട് ഗോയിങ് ആണെങ്കിലും എന്താണ് ഈ രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത്. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ്? ഫോണിൽ കൂടി നമ്മള് ടെലിഫോൺ മര്യാദകൾ ഉൾപ്പെടാത്തത് എന്തൊക്കെയാണ്? നോട്ട്സ് എന്തൊക്കെയാണ്? ഡിസ്ട്രാക്ട്, ഷൗട്ട് ഓർ വിസ്പർ, ഹോൾഡ് ഫോർ ടു ലോങ്. ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്താ? അവർ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക. ഒരു കോള് വരുമ്പോൾ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മളത് ശ്രദ്ധിക്കാതെ മറ്റൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അത് ഒരിക്കലും ടെലിഫോൺ എറ്റിക്വിറ്റി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല, അല്ലെ? ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്? വരുന്ന കോളുകൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. ദെൻ ഷൗട്ട് ഓർ വിസ്പർ എന്താണ്? വിളിക്കുന്ന ആളോട് നമ്മൾ ഷൗട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വഭാവത്തിൽ, ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കാമോ? പാടില്ല, അല്ലെ? ദെൻ ഹോൾഡ് ഫോർ ടു ലോങ്. ഒരു കോൾ വന്നതിന് ശേഷം അവരെ കുറെ സമയം അവരിങ്ങനെ നിർത്താൻ പറ്റും? ഹോൾഡ് ചെയ്ത് നിർത്താമോ? പാടില്ല, അല്ലെ? നമ്മള് കാര്യം അറിയിച്ചതിന് ശേഷം തിരിച്ചു വിളിക്കാം, അല്ലെ? തിരിച്ചു വിളിച്ചിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അല്ലാതെ അവരെ കുറെ സമയം എന്താണ് ആ കോളിൽ നിലനിർത്തുകയല്ല വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാന ടെലിഫോൺ എറ്റിക്വിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പാലിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു കോൾ വരുന്ന സമയത്ത് പ്ലസന്റ് ആയിട്ട് സ്മൈൽ ചെയ്ത് സംസാരിക്കുക, ക്ലിയർ ആയിട്ട് സംസാരിക്കുക, അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക. ചെയ്യരുതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കുക, ഷൗട്ട് ചെയ്യാതിരിക്കുക, ഒരുപാട് സമയം അവരെ ഹോൾഡ് ചെയ്ത് നിർത്താതിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാ സ്റ്റാഫുകളും പ്രത്യേകിച്ച് മെഡിക്കൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ ഏറ്റവും നിർണായകമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും അവരുടെ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കില്ലാണ് എന്ത്? ടെലിഫോൺ എറ്റിക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് മോസ്റ്റ് ക്രിട്ടിക്കൽ? ഏതാണ് മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? ടെലിഫോൺ എറ്റിക്വിറ്റി ആണ് അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ. നമ്മുടെ ഫ്രണ്ട് ഓഫീസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇതിൽ ടീച്ചർ ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ ടിക്ക് ചെയ്യാണോ പറഞ്ഞുതരാം. സ്കിൽസ് ഇമ്പോർട്ടന്റ് ആണ്. സ്കില്ല് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. സ്കിൽസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ വരെയുള്ളത് പഠിക്കണം കേട്ടോ. ഇനി ഇതില് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാൻ പറയുന്ന അനുസരിച്ച് ഒന്ന് ടിക്ക് ചെയ്ത് പോയേ. തേർഡ് പോയിന്റ് ടിക്ക് ചെയ്യാം കേട്ടോ. തേർഡ് പോയിന്റ് റെസ്പോണ്ട് ടു ഇൻക്വയറീസ് എന്നുള്ളത് ടിക്ക് ചെയ്യാം. ചെയ്യുന്നുണ്ടോ? ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് ടിക്ക് ചെയ്തേ. ഫോർത്ത് പോയിന്റ് സിക്സ്ത് പോയിന്റ് അസിസ്റ്റന്റ് പേഷ്യന്റ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ്. സിക്സ്ത് പോയിന്റ് ടിക്ക് ചെയ്യാം. സിക്സ്ത് പോയിന്റ് ടിക്ക് ചെയ്യാം. Ninth point, inform patients of medical office procedures and policy. Ninth point എടുക്കില്ലേ? Ninth. കണ്ടോ? inform patients ഉണ്ടോ? Then schedule hospital admission എന്ന പോയിന്റ് എടുക്കുക കേട്ടോ. schedule hospital admission കണ്ടോ? schedule hospital admission ടെസ്റ്റ് മുതൽ അവിടെ വരെ എടുക്കുക. Then last point PHI കണ്ടോ? protected health information ലാസ്റ്റ് പോയിന്റ് അതുകൊണ്ട് എടുക്കുക കേട്ടോ.
ഇത്രയും നിങ്ങളൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കിയുള്ളതൊന്ന് നോക്കിപ്പോയാൽ മതി. ബാക്കിയുള്ളത് ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. ലാസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്യണം കണ്ടോ? ലാസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? ഷെഡ്യൂൾഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻ. ഈ ഒരു പോയിന്റ് കണ്ടോ? ഷെഡ്യൂൾഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻ കണ്ടോ? കണ്ടോ? അത് ടിക്ക് ചെയ്യാം. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇൻഫോർമേഷൻ ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ്. പിന്നെ ensure patient to complete all necessary forms and documentation. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? register new patients according to established protocols. Then 3 അല്ലേ? respond inquiries. Okay, thank you, have a nice day. Okay, thank you.